ഹലോ ഡിയർ കോഡ് ലേണേഴ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോഡ് ലേണർ. ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ കമ്പ്യൂട്ടറിനകത്തുള്ള കറണ്ട് സിസ്റ്റം ഡേറ്റ് ആൻഡ് ടൈം ഒരു പൈത്തൺ പ്രോഗ്രാം യൂസ് ചെയ്തിട്ട് എങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഡേറ്റ് ആൻഡ് ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു മൊഡ്യൂളാണ്. നിങ്ങൾക്ക് പല പ്രോഗ്രാമിംഗ് കേസിലും അത് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് കറണ്ട് സിസ്റ്റം ഡേറ്റ് ആൻഡ് ടൈം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡേറ്റ് ആൻഡ് ടൈം കിട്ടിക്കഴിഞ്ഞാൽ അതിന് പല ഫോർമാറ്റിലും നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡേറ്റ് ആൻഡ് ടൈം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു മൊഡ്യൂൾ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇമ്പോർട്ട് ഡേറ്റ് ടൈം, ഇതാണ് മൊഡ്യൂളിൻ്റെ പേര്, ഡേറ്റ് ടൈം. അത് ഇമ്പോർട്ട് ചെയ്യുക ഫസ്റ്റ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഒരു വേരിയബിളിനകത്തോട് തൽക്കാലം നമുക്ക് കറണ്ട് സിസ്റ്റം ഡേറ്റ് ആൻഡ് ടൈം സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് CDT എന്നുള്ളൊരു വേരിയബിളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നെയിം കൊടുക്കാം. അപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ ഡേറ്റ് ടൈം എന്നുള്ള ഒരു മൊഡ്യൂൾ പറഞ്ഞു കൊടുക്കുക. ആ മൊഡ്യൂളിനകത്ത് ഡേറ്റ് ടൈം എന്നൊരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിനകത്ത് നൗ എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഈ മെത്തേഡ് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് സിസ്റ്റം ഡേറ്റ് ആൻഡ് ടൈം കിട്ടും. അത് CDT എന്നുള്ള വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ആകും. നമുക്ക് ആ CDT എന്നുള്ള വേരിയബിൾ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. സോ പ്രിന്റ് CDT കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് സിസ്റ്റം ഡേറ്റ് കിട്ടും, ടൈം ആൻഡ് കിട്ടും. അപ്പോൾ ഇവിടെ ഇയർ വന്നിട്ടുണ്ട്, മന്ത് ഡിസംബർ, ദെൻ ഡേ 3, ദെൻ ടൈം ഹവർ 24 ഹവർ ഫോർമാറ്റാണ് വന്നിട്ടുള്ളത്. അത് നമുക്ക് പല ഫോർമാറ്റിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. ദെൻ മിനിറ്റ്, ദെൻ സെക്കൻഡ്, ദെൻ മൈക്രോ സെക്കൻഡ്. അപ്പോൾ ഇനി ഇതിനകത്തുനിന്ന് ഈ ഡേറ്റ് ആൻഡ് ടൈം ഒബ്ജക്റ്റിനകത്തുനിന്ന്, ഇതൊരു CDT എന്നുള്ളൊരു ഡേറ്റ് ആൻഡ് ടൈം ഒബ്ജക്റ്റ് ആണ്, അതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഡിഫറെൻറ്റ് വാല്യൂസ്, അതായത് ഓരോ കാര്യങ്ങൾ, അതായത് ഇയർ, മന്ത്, ഡേ, ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് CDT ഡോട്ട്, നിങ്ങൾ കമാൻഡ് ലൈൻ ഇൻ്റർഫേസിലാണെന്നുണ്ടെങ്കിൽ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുത്താലും മതി. പ്രോഗ്രാം യൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടി വരിക. സോ CDT ഡോട്ട് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കറസ്പോണ്ടിങ് ഇയർ കിട്ടും, ദാറ്റ് ഈസ് 2024. CDT ഡോട്ട് മന്ത് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് മന്ത് കിട്ടും. ദെൻ CDT ഡോട്ട് ഡേ കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഡേ 3 ആണെന്ന് കിട്ടും. ദെൻ CDT ഡോട്ട് ഹവർ കിട്ടാൻ വേണ്ടിയിട്ട്, ദെൻ CDT ഡോട്ട് മിനിറ്റ്, CDT ഡോട്ട് സെക്കൻഡ്, CDT ഡോട്ട് മൈക്രോ സെക്കൻഡ്. അപ്പോൾ ഈ ഒരു വേരിയബിളിനകത്ത്, CDT എന്ന വേരിയബിളിനകത്ത് ഇതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് ഇൻഡിവിജ്വലി സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഫോർമാറ്റിലാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ, അതായത് ഇയർ, മന്ത്, ഡേ, ദെൻ ഹവർ, മിനിറ്റ്, സെക്കൻഡ്, ഈ ഒരു ഫോർമാറ്റിലാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി ഇത് ഏത് ഫോർമാറ്റിലോട്ട് വേണമെങ്കിലും കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഡേ, മന്ത്, ഇയർ ആ ഒരു ഫോർമാറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഇയർ, മന്ത്, ഡേ എന്നുള്ള ഫോർമാറ്റിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഒരു വീക്ക് ഡേ ഏതാണ്, അതായത് ട്യൂസ്ഡേ ആണോ വെനസ്ഡേ ആണോ, അങ്ങനെ ഏത് ഡേ ആണോ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് STRF ടൈം എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. STRF ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഡേറ്റ് ആൻഡ് ടൈം ഒബ്ജക്റ്റിനെ, ഇവിടെ CDT എന്നുള്ള ഡേറ്റ് ആൻഡ് ടൈം ഒബ്ജക്റ്റ് ആണ്, ആ ഒബ്ജക്റ്റിനെ ഒരു സ്ട്രിംഗ് ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് STRF ടൈം എന്നുള്ളൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. STRF ടൈം. അപ്പോൾ നമുക്ക് തൽക്കാലം ഒരു വേരിയബിളിനകത്തോട്ട് റീഡ് ചെയ്തെടുക്കാം. സോ CDT ഒരു വേരിയബിൾ യൂസ് ചെയ്യാം, ഫോർമാറ്റഡ് കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നെയിം കൊടുക്കാം. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു CDT എന്നുള്ള വേരിയബിളിനകത്ത്, ഇതാണ് ഒബ്ജക്റ്റ്, അതിൻ്റെ STRF ടൈം എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്. STRF ടൈം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഫോർമാറ്റ് അല്ലെങ്കിൽ എന്ത് വാല്യൂ ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ആർഗ്യുമെൻ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു വീക്ക് ഡേ നെയിം ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂസ്ഡേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ട്യൂസ്ഡേയുടെ ഷോർട്ട് ഫോമിൽ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ %A എന്ന് കൊടുത്താൽ മതി, %A. അപ്പോൾ ഒന്നുകിൽ ഇത് ഇങ്ങനെ ഒരു വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ടെർമിനലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഇങ്ങനെ കൊടുത്താലും മതി. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ ഡേയുടെ ഷോർട്ട് ഫോം കിട്ടും, വീക്ക് ഡേയുടെ ഷോർട്ട് ഫോം കിട്ടും. ഇതൊരു ഫുൾ ഫോമിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ സ്മോൾ ലെറ്റർ A മാറ്റിയിട്ട് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ A കൊടുത്താൽ മതി. ക്യാപിറ്റൽ ലെറ്റർ A കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഫോം കിട്ടും, ട്യൂസ്ഡേ, ഇന്നത്തെ ഡേ ട്യൂസ്ഡേ ആണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഈ വീക്ക് ഡേ ഒരു നമ്പറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതായത് സൺഡേ 0 ആണ്, മൺഡേ 1, ട്യൂസ്ഡേ 2, അങ്ങനെ ഒരു നമ്പർ ഫോർമാറ്റ് കിട്ടണം, ഒരു ഡെസിമൽ നമ്പർ ഫോർമാറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ %W ആണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ CDT ഡോട്ട് STRF ടൈം ഓഫ്, സ്ട്രിങ് ആയിട്ട് കൊടുക്കണേ ആർഗ്യുമെന്റ് %W കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നമ്പർ ഫോർമാറ്റിൽ കിട്ടും. ഇപ്പോൾ ട്യൂസ്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ 2 ആണ്, സൺഡേ 0, മൺഡേ 1, ട്യൂസ്ഡേ 2, വെനസ്ഡേ 3, അങ്ങനെ പോകും, അങ്ങനെ 6 വരെ പോകും. ഇനി നിങ്ങൾക്കൊരു മന്ത് ഡേ, അതായത് ഇന്ന് 3 ആണ്, ഡേ 3 ആണ്. അപ്പോൾ ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ചെയ്യേണ്ടത് %d എന്നുള്ള ഫോർമാറ്റ് സ്പെസിഫയർ ആണ് യൂസ് ചെയ്യേണ്ടത്. സോ cdt.strf ടൈം ബ്രാക്കറ്റിൽ %d കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 എന്ന് കിട്ടും, ഇന്നത്തെ ദിവസം. ഇനി നമുക്ക് ഇതിനകത്തുള്ള മന്ത് നിങ്ങൾക്കൊരു ഷോർട്ട് ഫോമിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ മന്ത് നെയിം നിങ്ങൾക്ക് ഷോർട്ട് ഫോമിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് cdt.strf ടൈം ഓഫ് %b കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മന്ത് നെയിം ഷോർട്ട് ഫോമിൽ കാണിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഡിസംബർ ആണ്, ഡിസംബറിൽ DEC എന്ന് കാണിക്കും. അതല്ല അതൊരു ഫുൾ ഫോമിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് %B ആണ് കൊടുക്കേണ്ടത്. B കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മന്ത് ഫുൾ ഫോമിൽ കാണിക്കും. ഇനി നിങ്ങൾക്ക് മന്ത് ഒരു ഡെസിമൽ നമ്പറായിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്കറിയാം ഡിസംബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന മന്ത് എന്ന് പറഞ്ഞാൽ ഡിസംബറിലാണ്. അപ്പോൾ നിങ്ങൾക്കൊരു നമ്പർ ഫോർമാറ്റിൽ 12 എന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്മോൾ ലെറ്റർ M ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു സ്ട്രിംഗ് ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു ക്യാപിറ്റൽ M ആണ് കൊടുക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് കറസ്പോണ്ടിങ് മിനിറ്റാണ് കാണിക്കുക, അതായത് ടൈമിനകത്തുള്ള മിനിറ്റാണ് കാണിക്കുക. ഇനി നിങ്ങൾക്ക് ഇയർ കാണിക്കണം എന്നുണ്ടെങ്കിൽ, അതായത് ഇയർ വിത്തൗട്ട് ദ സെഞ്ചുറി, ഫോർ എക്സാമ്പിൾ 2024 24 മാത്രമായിട്ട് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സ്മോൾ ലെറ്റർ Y കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 24 എന്ന് മാത്രം കാണിക്കും. അതല്ല നിങ്ങൾക്ക് കംപ്ലീറ്റ് 2024 എന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ Y കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഇയർ അവിടെ കാണിക്കും. ഇനി നമുക്ക് ടൈമിൻ്റെ കേസിലോട്ട് വരാം. ടൈമിൻ്റെ കേസാണെങ്കിൽ നിങ്ങൾക്ക് ഹവർ 24 ഹവർ ഫോർമാറ്റിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ H കൊടുത്താൽ മതി. ക്യാപിറ്റൽ ലെറ്റർ H കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹവർ 24 ഹവർ ഫോർമാറ്റിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ 6 മണിയാണ്, 6 മണി 18 ആണ് കാണിക്കുക, അതായത് ആഫ്റ്റർനൂൺ, ഈവനിങ് 6 o'clock. അതല്ല ഹവർ ഇനി 12 ഹവർ ഫോർമാറ്റിൽ കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ I ആണ് കൊടുക്കേണ്ടത്. ക്യാപിറ്റൽ ലെറ്റർ I കൊടുത്തു കഴിഞ്ഞാൽ അത് 12 ഹവർ ഫോർമാറ്റിൽ കാണിക്കും. ഇനി AM ആണോ PM ആണോ എന്ന് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സ്മോൾ ലെറ്റർ P കൊടുത്തു കഴിഞ്ഞാൽ അത് AM ആണോ PM ആണോ എന്ന് കാണിക്കും. അതേപോലെ തന്നെ മിനിറ്റ് കാണിക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിനിറ്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ M ആണ് കൊടുക്കേണ്ടത്. സോ 48 ആണ് മിനിറ്റ്. സ്മോൾ ലെറ്റർ M കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഏത് മന്ത് ആണെന്നേ കാണിക്കുള്ളൂ. അതേപോലെ സെക്കൻഡ് കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ S കൊടുത്താൽ മതി. സോറി, ക്യാപിറ്റൽ ലെറ്റർ S ആണ് കൊടുക്കേണ്ടത്. ക്യാപിറ്റൽ ലെറ്റർ S കൊടുത്തു കഴിഞ്ഞാൽ സെക്കൻഡിൽ കാണിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക് ആയിട്ട് ഡേറ്റ് ആൻഡ് ടൈം ഫോർമാറ്റ്സ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ചെറിയൊരു പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. അതായത് ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ ഡേറ്റ് ആൻഡ് ടൈം പ്രിന്റ് ചെയ്യിക്കാനുള്ള ചെറിയൊരു പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ന്യൂ ഫയൽ എടുക്കാം. ഇതിനകത്ത് നമുക്ക് പ്രോഗ്രാം ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഡേറ്റ് ആൻഡ് ടൈം ഫോർമാറ്റ് ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ കാണിച്ച ഈ ക്വസ്റ്റിന് അതേ ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ട് ഡേറ്റ് ആൻഡ് ടൈം, ആ ഒരു മൊഡ്യൂള് നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മളെ ക്വസ്റ്റിനകത്ത് നമ്മൾ സ്റ്റാൻഡേർഡ് ടൈം, അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഫോർമാറ്റിലാണ് പ്രിന്റ് ചെയ്യിക്കേണ്ടത്. അതായത് IST എന്നുള്ള ടേം കൂടി അതിനകത്ത് വരണം. അതായത് ഏത് സ്റ്റാൻഡേർഡ് ടൈം യൂസ് ചെയ്തിട്ടാണ് ഈ ടൈമും ഡേറ്റും പ്രിന്റ് ചെയ്തെന്നുള്ളത് അതും കൂടി കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മൊഡ്യൂളും കൂടി ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അതിനാണ് പൈത്തൺ ടൈം സോൺ, PyTZ എന്ന് പറഞ്ഞൊരു മൊഡ്യൂളുണ്ട്. ഇതും കൂടി നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇത് മിക്കവാറും പൈത്തൺ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ആയിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പിപ്പ് കമാൻഡ് യൂസ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. പിപ്പ് ഇൻസ്റ്റാൾ PyTZ കൊടുത്തു കഴിഞ്ഞാൽ നെറ്റിന് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടൈം സോൺ ഏതാണെന്നുള്ളത് പറഞ്ഞു കൊടുക്കണം. സോ നിങ്ങൾക്കൊരു വേരിയബിൾ യൂസ് ചെയ്യുക IST. തൽക്കാലം ഞാൻ IST എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്യുകയാണ്. സോ PyTimeZone.TimeZone എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട്. അതിനകത്തുള്ള ബിൽറ്റ് ഇൻ ഫംഗ്ഷനാണ് ടൈം സോൺ. ബ്രാക്കറ്റിൽ ഏത് ടൈം സോൺ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. Asia/Kolkata. പല ടൈം സോൺ ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആണ് യൂസ് ചെയ്യുന്നത്. സോ Asia/Kolkata.
അപ്പം ഇനി കറണ്ട് സിസ്റ്റം ഡേറ്റ് ആൻഡ് ടൈം ഈ ഒരു ടൈം സോണിലുള്ളത് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വേരിയബിൾ യൂസ് ചെയ്യാം. തൽക്കാലം ഞാൻ CT എന്നുള്ള വേരിയബിൾ യൂസ് ചെയ്യാണ്. കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം CDT എന്ന് കൊടുക്കാം. CDT ഈക്വൽ ടു നേരത്തെ പറഞ്ഞ പോലെ ഡേറ്റ് ടൈം ഡോട്ട് നൗ. ആർഗ്യുമെൻ്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു സ്റ്റാൻഡേർഡ് ടൈം പറഞ്ഞു കൊടുക്കുക, IST എന്നുള്ള സ്റ്റാൻഡേർഡ് ടൈം. ഇവിടെ തൊട്ട് മുമ്പത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളൊരു വേരിയബിളിനകത്തോട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് കറണ്ട് സിസ്റ്റം ഡേറ്റും ടൈമും ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. സോ പ്രിന്റ് ദി കറണ്ട് സിസ്റ്റം ഡേറ്റ് ആൻഡ് ടൈം ഈസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അത് പ്രിന്റ് ചെയ്യിക്കാം. CDT പ്രിന്റ് ചെയ്യിക്കാം. അപ്പോൾ കറണ്ട് സിസ്റ്റം ഡേറ്റ് ആൻഡ് ടൈം പ്രിന്റ് ചെയ്തോളൂ. അപ്പോൾ ഇതിനകത്ത് ഈ കറണ്ട് സിസ്റ്റം ഡേറ്റ് ആൻഡ് ടൈമിനകത്ത് നിങ്ങൾക്ക് ഓരോരോ ആട്രിബ്യൂട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നേരത്തെ പറഞ്ഞ പോലെ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദി കറണ്ട് ഇയർ ഈസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, CDT ഡോട്ട് ഇയർ എന്ന് കൊടുത്താൽ മതി. CDT ഡോട്ട് ഇയർ. അതേപോലെ മന്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ കറണ്ട് മന്ത് ഈസ് CDT ഡോട്ട് മന്ത്. അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടൈമും ആക്സസ് ചെയ്യാം. ദി ഹവർ ഈസ്. ഞാൻ ബാക്കിയുള്ളത് ടൈപ്പ് ചെയ്യുന്നില്ല. അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനിറ്റും സെക്കൻഡും മൈക്രോ സെക്കൻഡും എല്ലാം ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഫോർമാറ്റഡ് സ്ട്രിംഗ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വേരിയബിൾ യൂസ് ചെയ്യാം. നമുക്ക് FCDT എന്ന് കൊടുക്കാം, ഫോർമാറ്റഡ് കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ നെയിം കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്തിനാണ് ഫോർമാറ്റ് ചെയ്യേണ്ടത്, നമുക്ക് ഈ ഒരു കറണ്ട് ഡേറ്റ് ആൻഡ് ടൈമിനെയാണ് ഫോർമാറ്റ് ചെയ്യേണ്ടത്. സോ അത് വേരിയബിൾ ഫസ്റ്റ് പറഞ്ഞു കൊടുക്കുക, ഒബ്ജക്റ്റ് പറഞ്ഞു കൊടുക്കുക, ഡോട്ട് strf ടൈം എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഡേറ്റ് ആൻഡ് ടൈം ഫോർമാറ്റ്, ഇപ്പോൾ നമ്മളെ കറണ്ട് CDT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇയർ ആണ് വന്നിട്ടുള്ളത്, പിന്നെ മന്ത്, പിന്നെ ഡേ ആണ് വന്നിട്ടുള്ളത്. നമുക്ക് നേരെ തിരിച്ച് പ്രിന്റ് ചെയ്ത് നോക്കാം. അതായത് ആദ്യം ഡേ പ്രിന്റ് ചെയ്യാം. സോ %d ഒരു സ്പേസ് കഴിഞ്ഞിട്ട് %m കൊടുക്കാം. അതായത് ഏത് മന്ത് ആണെന്നുള്ളത്. അതിനൊരു സ്പേസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, %ഇയർ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ക്യാപിറ്റൽ Y ആണ് കൊടുത്തുള്ളത്. സോ 2024 ഫുള്ളായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതിനകത്ത് ഫോർമാറ്റഡ് ഡേറ്റ് ടൈം നമുക്കൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. സോ പ്രിന്റ് ആ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ എന്തായിക്കോളും, അത് പ്രിന്റ് ആയിക്കോളും. ഇപ്പോൾ ഫോർമാറ്റഡ് ഡേറ്റ് ആൻഡ് ടൈം പ്രിന്റ് ചെയ്യിച്ചു. ഇതേപോലെ നമുക്ക് ഹവർ, മിനിറ്റ്, സെക്കൻഡ് അതൊന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. അതിനെ ഒന്ന് ഫോർമാറ്റ് ചെയ്ത് നോക്കാം. അതേ വേരിയബിൾ തന്നെ യൂസ് ചെയ്യാം. നമുക്കിവിടെ ഹവറിന് H ആണ് യൂസ് ചെയ്യേണ്ടത്. ദെൻ മിനിറ്റിന് M ആണ് യൂസ് ചെയ്യേണ്ടത്. സെക്കൻഡിന് S ആണ് യൂസ് ചെയ്യേണ്ടത്. അതൊന്ന് പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിസ്റ്റം കറണ്ട് ടൈം ഈ ഒരു ഫോർമാറ്റ് പ്രിന്റ് ചെയ്തോളും. അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ഹവർ മിനിറ്റിനിടയിൽ ഇങ്ങനെ കോളൻ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്പെസിഫൈ ചെയ്യാം. ഈ ഒരു സ്ട്രിംഗ് ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അതിനെ പ്രിന്റ് ചെയ്യിക്കും. ഇത് ഏത് ഫോർമാറ്റിലാണോ വേണ്ടത് അതേ ഫോർമാറ്റിൽ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്തോളും. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു H ആണ് ഈ കൊടുക്കുന്നതെങ്കിൽ അതെന്തായിരിക്കും, അത് 24 ഹവർ ഫോർമാറ്റാണ് പ്രിന്റ് ചെയ്യുക. നമുക്കതിനെ 12 ഹവർ ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നിങ്ങളിവിടെ I കൊടുത്താൽ മതി. ഇതേപോലെ AM ഉം PM വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ %P എന്നും കൂടി കൊടുത്തു കഴിഞ്ഞാൽ AM PM ഫോർമാറ്റിൽ കിട്ടിക്കോളും. അപ്പോൾ ഇനി നമ്മളെ ക്വസ്റ്റിനകത്തുള്ള ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ തന്നെ പ്രിന്റ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ക്വസ്റ്റിനകത്തുള്ള അതേ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഫോർമാറ്റ് സ്പെസിഫയർ ഒക്കെ കൊടുത്തു നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രിന്റ് നമുക്ക് ഫൈനൽ ഫോർമാറ്റ് കൊടുക്കാം. ഇവിടെ വേരിയബിൾ ആണ് പ്രിന്റ് ചെയ്യേണ്ടത്, ഡബിൾ കോട്ടിന്റെ ആവശ്യമില്ല. ഓക്കെ, ഫൈനൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്വസ്റ്റിനകത്ത് കൊടുത്തുള്ള ഒരു ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. സോ നമുക്ക് വേണ്ട എന്താണ്, CDT ഡോട്ട് strf ടൈം ആർഗ്യുമെൻ്റ് ആയിട്ട് എന്തൊക്കെയാണ് വേണ്ടത്, നമ്മൾ ക്വസ്റ്റിനകത്ത് ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫോർമാറ്റിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യിക്കണം. സോ %A ഏത് ദിവസമാണെന്ന് കാണിക്കാൻ %A, ദെൻ %B,
ദെൻ ഡേ കാണിക്കണം, അതേപോലെ ഹവർ കാണിക്കണം, അത് ഈ ഒരു ഫോർമാറ്റിൽ തന്നെ കാണിക്കണം. മിനിറ്റ്, ദെൻ സെക്കൻഡ് ഫോർമാറ്റിൽ, ദെൻ AM ആണോ PM ആണോ എന്ന് കാണിക്കണം, സോ %P. ദെൻ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആണെന്ന് കാണിക്കണം, സോ %Z. ദെൻ ഇയർ 2024 എന്ന് കാണിക്കണം, അപ്പോൾ ക്യാപിറ്റൽ Y തന്നെ കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ അത് പ്രിൻ്റ് ആയിക്കോളും. അപ്പോൾ ഇനി ഈ പ്രോഗ്രാം ഒന്ന് സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. നമുക്ക് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം. ടെസ്റ്റ് എന്ന് ഫയൽ നെയിം കൊടുക്കാം. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. ദ കറണ്ട് സിസ്റ്റം ഡേറ്റ് ആൻഡ് ടൈം ഈസ് എന്ന് പറഞ്ഞിട്ട് ആ CDT വേരിയബിളിനകത്ത് വന്ന വാല്യൂസ് ഇവിടെ പ്രിന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ലാസ്റ്റ് കാണിക്കുന്നത് മൈക്രോ സെക്കൻഡ് വാല്യൂ ആണ് കാണിക്കുന്നത്. ദെൻ ഇയർ ഈസ് 2024, മന്ത് ഈസ് 12, ഡേ ഈസ് 3, ദെൻ ഹവർ 19, 24 ഹവർ ഫോർമാറ്റ് നമ്മൾ %H ആണ് യൂസ് ചെയ്തത്. പിന്നെ നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്യിച്ചു അല്ലേ, അതായത് ഡേ, മന്ത്, ഇയർ ഫോർമാറ്റിൽ. അപ്പോൾ ഇവിടെ നമുക്ക് CDT എന്നുള്ള വേരിയബിളിനകത്ത് ഈ ഒരു ഫോർമാറ്റിലാണ് വന്നത്. അപ്പോൾ നമുക്ക് നേരെ തിരിച്ച് പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കറണ്ട് STRF ടൈം മെത്തേഡ് യൂസ് ചെയ്യേണ്ടി വരും. സ്ട്രിംഗ് ഫോർമാറ്റ്, അതായത് CDT എന്നുള്ള ഒബ്ജക്റ്റിനെ സ്ട്രിംഗ് ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്തു. ഇതേപോലെ ഹവർ, മിനിറ്റ്, സെക്കൻഡ്, അതായത് 24 ഹവർ ഫോർമാറ്റിൽ %H ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതല്ല 12 ഹവർ ഫോർമാറ്റ് ആണെന്നെങ്കിൽ ക്യാപിറ്റൽ I ആണ് യൂസ് ചെയ്യുക, ക്യാപിറ്റൽ I, സോ 7 വന്നോളൂ. ഇനി ഫൈനൽ ഫോർമാറ്റ് നമ്മൾ ക്വസ്റ്റിനകത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത മെത്തേഡ് ഇതാണ്. സോ %A, ദെൻ %B, ദെൻ %D, ദെൻ ഹവർ, ദെൻ AM PM, %P യൂസ് ചെയ്തിട്ട്, ദെൻ IST മെത്തേഡ് നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ആണ് യൂസ് ചെയ്യുന്നത്, സോ ക്യാപിറ്റൽ Z ആണ് യൂസ് ചെയ്തത്. ദെൻ ഇയർ ഈ ഒരു ഫോർമാറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ %Y ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിൽ വേണമെന്നുണ്ടെങ്കിലും കറണ്ട് സിസ്റ്റം ഡേറ്റ് ആൻഡ് ടൈമിനെ ഏത് ഫോർമാറ്റിലോട്ട് വേണമെന്നുണ്ടെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി യൂസ് ചെയ്യേണ്ടത് STRF ടൈം മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഡേറ്റ് ആൻഡ് ടൈം എന്നുള്ള ഡേറ്റ് ടൈം മൊഡ്യൂൾ നിങ്ങൾ ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ യൂസ് ചെയ്തത് PyTZ എന്നുള്ള ഒരു ടൈം സോൺ സെറ്റ് ചെയ്യാൻ PyTZ എന്നുള്ള മൊഡ്യൂൾ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് ഇമ്പോർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.